നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നവരാത്രി വരവായില്ലേ? ഈ വരുന്ന തിങ്കളാഴ്ചയാണ്, 22-ാം തീയതിയാണ് നവരാത്രി ആരംഭം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നവരാത്രിയെക്കുറിച്ച് പറയാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. എപ്പോഴും നവരാത്രിയെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ തിന്മയുടെ മേൽ നന്മ നേടിയ വിജയമായിട്ടാണ് ആഘോഷിക്കുന്നത്. അതായത് മഹിഷാസുരനെ ആദിപരാശക്തി ഭഗവതി വധിച്ച ഒരു ദിവസം. ഈ മഹിഷാസുരൻ എന്ന് പറയുന്നതിൽ മഹിഷം എന്ന് പറയുന്നത് പോത്താണ്. പോത്തിനെന്താ ഒരു വിവരമില്ലാത്ത ഒരു സാധനമാണത്. അപ്പോൾ ഈ വിവരമില്ലായ്മയിൽ നിന്ന് അല്ലെങ്കിൽ അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്ക് നയിക്കുന്ന, അറിവിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു ആഘോഷമായിട്ടാണ് നവരാത്രിയെ എല്ലാവരും കാണുന്നത് കേട്ടോ. കേരളത്തിനകത്തും പുറത്തൊക്കെ ആയിട്ട് പല രീതിയിലാണ് ആഘോഷങ്ങൾ നടക്കുക. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെ നവരാത്രി വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത്, അനുഷ്ഠിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഗുരുവായൂരിലെ നവരാത്രി ആഘോഷങ്ങളെക്കുറിച്ച്, ചടങ്ങുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പിന്നെ ഇന്നത്തെ പോലെ തന്നെ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം ഉണ്ട് കേട്ടോ. ഇന്നലെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ മുരളീധരനായിട്ടായിരുന്നു ശ്രീലകത്ത് തിളങ്ങി വിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഗണപതിക്കും ഭഗവതി അമ്മയ്ക്കും അയ്യപ്പനും ഒക്കെ നല്ല ഭംഗിയിലായിരുന്നു. നല്ല ഭംഗിയുള്ള മുഖച്ചാർത്തോട് കൂടിയിട്ടുള്ള അലങ്കാരങ്ങളായിരുന്നു. അതെല്ലാം വഴിയേ പറയാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലെ നമ്മുടെ ഉണ്ണിക്കണ്ണനെ മുരളീധരനായിട്ടായിരുന്നു ശ്രീലകത്തുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നാലമ്പലത്തിനകത്തേക്ക് ഇങ്ങനെ കയറുമ്പോൾ തന്നെ ആ വേണുഗാനത്തിൻ്റെ അലയൊലികൾ അവിടെ ഇങ്ങനെ നിറഞ്ഞ് കേൾക്കുന്നതായിട്ട് തോന്നിയിരുന്നു. ഞാൻ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു മുരളീധരനായിട്ടായിരുന്നു അലങ്കാരം എന്ന്. അതുകൊണ്ടാണോ എന്നറിയില്ല, ആ ഒരു വേണുഗാനം ഇങ്ങനെ കേൾക്കാനായിട്ട് കൊതിച്ചിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയിലെ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ. 2 കാലുകളും ഇങ്ങനെ പിണച്ചു വെച്ചുകൊണ്ട് ആ പൊന്നോടക്കുഴലിൽ ചുണ്ടോട് ചേർത്ത് വേണുഗാനം പൊഴിക്കുക നമ്മുടെ ഉണ്ണിക്കണ്ണൻ. നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു. 3 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു. ഒരെണ്ണം നന്ദ്യാർവട്ടപ്പൂവും തെച്ചിയുമായിരുന്നു. അതേപോലെ തന്നെയാണ് രണ്ടാമത്തെയും നന്ദ്യാർവട്ടവും തെച്ചി തന്നെയായിരുന്നു. മൂന്നാമത്തേത് തെച്ചിപ്പൂക്കൾ കൊണ്ട് കോർത്തിട്ടുള്ള ഒരു തിരുമുടിമാലയായിരുന്നു കേട്ടോ. പിന്നെ നല്ല തടിച്ചുരുണ്ടിട്ട് 2 ഉണ്ടമാലകൾ ഉണ്ടായിരുന്നു. രണ്ടും ഒരേപോലെ തന്നെയായിരുന്നു. അതിൽ തെച്ചിയുണ്ട്, തുളസിയുണ്ട്, താമരപ്പൂവിൻ്റെ ഇതളുണ്ട്. നല്ല ഭംഗി ഉണ്ടായിരുന്നു, ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു ആ കോർക്കുന്ന ആ ഒരു രീതിയും കാണാനായിട്ട് കേട്ടോ. അതിന് നടുക്കാണ് നമ്മുടെ ഉണ്ണി ഓടക്കുഴൽ വിളിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നത്. പീലി തിരുമുടിയൊക്കെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. നെറ്റിയിലൊരു ഗോപി തിലകമുണ്ട്. വലിയ കാതുപൂക്കളാണ്. ആ ഇതളുകളൊക്കെ കാണുന്ന നല്ല തിളക്കമുള്ള കാതുപൂക്കളായിരുന്നു. നന്നായിട്ട് പുഞ്ചിരിച്ചുകൊണ്ടാണ് ഈ വേണുഗാനം ഇങ്ങനെ പൊഴിക്കുന്നത് ഭഗവാൻ. 3 മാലകൾ അണിഞ്ഞിട്ടുണ്ട്. കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് അരയിലേക്ക് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഒരു സ്വർണ്ണ നിറത്തിലാണ് നല്ല തിളങ്ങുന്ന കസവിൻ്റെ ഒരു ഉടയാട ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ആ കുഞ്ഞിക്കാലുകളിൽ നല്ല വീതിയുള്ള ഈ തളകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല തിളക്കമുണ്ടായിരുന്നു. ആ ഉടയാടയ്ക്കാണെങ്കിലും ആഭരണങ്ങൾക്കാണെങ്കിലും എല്ലാം നന്നായി തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ഒരു പൊന്നുണ്ണിയായിട്ടായിരുന്നു ശ്രീലകത്ത് ഇന്നലെ നമ്മുടെ ഉണ്ണി ഉണ്ടായിരുന്നു കേട്ടോ. ഓടക്കുഴൽ വിളിച്ചിട്ട് എല്ലാവരെയും അതിലേക്ക് ഇങ്ങനെ ആകർഷിക്കാനായിട്ട് എല്ലാവരെയും മയക്കുന്ന ആ ഒരു ഓടക്കുഴൽ വിളിയോട് കൂടിയിട്ടാണ് ഇന്നലെ നമ്മുടെ ഭഗവാൻ ശ്രീലകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ആ ഉണ്ണിക്കണ്ണനെ, ആ മുരളീധരനെ മനസ്സിൽ നന്നായിട്ട് ധ്യാനിച്ച് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഗുരുവായൂരപ്പനെ തൊഴുത് നമസ്കരിച്ചിട്ട് നമ്മൾ ഗണപതിയെ കാണാനായിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. ഗണപതിക്ക് മഞ്ഞ നിറത്തിലായിരുന്നു ഇന്നലെ ഉടയാട ഉണ്ടായിരുന്നത്. പിന്നെ നെറ്റിയിലൊരു ഗോപി തിലകം വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നു. ഒരു മാല അണിഞ്ഞിട്ടുണ്ട്. കിരീടവും ഇന്നലെ ചാർത്തിയിരിക്കുക, ഇങ്ങനെ തട്ടുകളായിട്ട്. അതിങ്ങനെ ചുവന്ന നിറം കൊണ്ടും പിന്നെ ചുവന്ന പട്ടുണ്ടല്ലോ, പട്ടും ഈ എന്താ പറയുക മാലകളുണ്ടല്ലോ, മാലകളൊക്കെ വെച്ചിട്ട് നല്ല തിളങ്ങുന്ന സ്വർണ്ണ നിറത്തിൽ ആ ഒരു അലങ്കാരം കൂടെ കിരീടത്തിൻ്റെ മുകളിലായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല സുന്ദരനായിട്ട് നല്ല തിളക്കത്തോട് കൂടിയിട്ടാണ് ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ദേഹത്തല്ലാതെ ഈ മഴത്തുള്ളി പോലെയുള്ള തിലകങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ തിലകങ്ങളും സ്വർണ്ണപ്പൂക്കളും വെച്ചിട്ട് ചുറ്റിനും ഇങ്ങനെ അലങ്കരിച്ചിട്ടും കൂടെയുണ്ട്. അങ്ങനെയാണ് ഗണപതിക്ക് ഇന്നലെ അലങ്കാരം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഗണപതിയുടെ ഈ ഒരു അലങ്കാരം, ഈ ഒരു രൂപം നന്നായിട്ട് മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഗണപതിക്ക് മുന്നിൽ ഒന്ന് ഏത്തമിട്ടോളൂ. അങ്ങനെ നമ്മൾ ഭഗവതി അമ്മേനെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഭഗവതി അമ്മയ്ക്ക് ഇന്നലെയും ഒരു ചുവന്ന നിറത്തിലായിരുന്നു പട്ടുടയാട ഉണ്ടായിരുന്നത്. ചന്ദനം കൊണ്ടൊരു മാല പോലെ ഇങ്ങനെ ചാർത്തിയിട്ട് നടുക്കൊരു പൊട്ടൊട്ടിച്ച് വെച്ചിട്ടുണ്ട്.
കാതിലും പൊട്ടുകളാണ് വെച്ചിരിക്കുന്നത്. ചുണ്ടൊക്കെ നന്നായിട്ട് ഈ കടും ചുവപ്പ് നിറത്തിലാണ് കേട്ടോ, ചുവന്നിട്ടായിരിക്കുന്നത് ചുണ്ടൊക്കെ. നെറ്റിയിലും ഒരു പൊട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചന്ദനം കൊണ്ട് ചെറുതായിട്ടൊരു കിരീടം പോലെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. വളരെ നേരിയ ഒരു ചാർത്തലാണ് കിരീടം പോലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അതിന് മുകളിലും ഒരു സ്വർണ്ണ പൊട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള മുഖച്ചാർത്തായിരുന്നു കേട്ടോ ഭഗവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. ഒരു സുന്ദരിക്കുട്ടി, കുറച്ച് തടിയൊക്കെ ആയിട്ട് ഒരു സുന്ദരിക്കുട്ടി ഇങ്ങനെ ഇരിക്കുക, നന്നായി പുഞ്ചിരിച്ചുകൊണ്ട് ആ ചുണ്ടൊക്കെ ഇങ്ങനെ ചുവപ്പിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന ഭഗവതി അമ്മയായിട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഭഗവതി അമ്മയുടെ ആ ഒരു മുഖം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഭഗവതി അമ്മേനെയും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് നേരെ അയ്യപ്പനെ തൊഴാനായിട്ട് പോകാം കേട്ടോ. അയ്യപ്പനും ഇന്നലെ ചുവന്ന പട്ടുടയാടെയാണ് ഉണ്ടായിരുന്നത്. ഭഗവതി അമ്മയുടെ പോലെ തന്നെ ചന്ദനം കൊണ്ട് മാല 2 ചാർത്തിയിട്ട് അതിൽ പൊട്ടൊട്ടിച്ച് വെച്ചിരിക്കുക, കാതിലും പൊട്ടുകൾ വെച്ചിട്ട്. അയ്യപ്പനും ഇന്നലെ നല്ല ഭംഗിയിൽ ചുണ്ടൊക്കെ ഇങ്ങനെ ചുവപ്പിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ല ഭംഗിയിൽ മുഖച്ചാർത്തുണ്ടായിരുന്നു. എന്ത് രസമാണെന്നറിയോ ചാർത്തിയത് കാണാനായിട്ട്. ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അയ്യപ്പൻ്റെ മുഖം. പിന്നെ ഒരു നെറ്റിയിലാണെങ്കിൽ 2 പൊട്ടുണ്ട്, ഒരു കറുപ്പ് നിറത്തിലുള്ള പൊട്ടുണ്ട്, പിന്നെ ഒരു സ്വർണ്ണപ്പൊട്ടും കൂടെ വെച്ചിട്ടുണ്ട്. കിരീടം ചാർത്തിയിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിന് ചുറ്റും സ്വർണ്ണപ്പൊട്ടുകളൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടാണ് അയ്യപ്പനുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പ്രത്യേക തിളക്കമൊക്കെ ഉണ്ടല്ലോ, നല്ല ഭംഗിയിൽ ഇങ്ങനെ കാണാനുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള മുഖച്ചാർത്തായിരുന്നു അയ്യപ്പൻ തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അയ്യപ്പൻ്റെയും ആ ഒരു രൂപം, ആ ഒരു മുഖം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും അയ്യപ്പനെയും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് നവരാത്രിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. നവരാത്രി വ്രതം പറയുന്നതിന് മുൻപായിട്ട് എന്താണ് നവരാത്രി എന്ന് എല്ലാവരോടും പറയണല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് നവരാത്രി എന്ന് പറയാം. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 9 രാത്രികളും 10 പകലുകളും കൂടി ചേർന്നിട്ടുള്ള ഒരു ആഘോഷമാണ് ഈ നവരാത്രി. അതായത് തിന്മയെ നന്മ കൊണ്ട് വിജയിച്ച അല്ലെങ്കിൽ കീഴടക്കുന്ന ഒരു ആഘോഷം. മഹിഷാസുരൻ എന്ന പേരുള്ള ഒരു അസുരനുണ്ട്. മഹിഷം എന്ന് പറഞ്ഞാൽ പോത്താണ്. പോത്തിന്റെ പ്രത്യേകത എന്താ? അതിന് യാതൊരു വിവരവും ഇല്ല. അപ്പൊ ഈ മഹിഷാസുരനെ വധിക്കാൻ വേണ്ടി എല്ലാവരും ആദിപരാശക്തിയെ സമീപിക്കുകയാണ്. അപ്പോൾ ഭഗവതി ആണെങ്കിലോ യുദ്ധമൊക്കെ ചെയ്തു നോക്കിയെങ്കിലും കൂടെ മഹിഷാസുരനെ വധിക്കാനായിട്ട് സാധിക്കണില്ല. അങ്ങനെ ഭഗവതി തപസ് ചെയ്യാണ് 10 ദിവസം. തപസ് ചെയ്യുമ്പോൾ ഓരോ ദിവസങ്ങളിലായിട്ട് ഓരോരോ ഭാവങ്ങളിലായിട്ടാണ് തപസ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ദിവസവും ബ്രഹ്മാവിൻ്റെ അടുത്തുനിന്ന്, മഹാവിഷ്ണുവിൻ്റെ അടുത്തുനിന്ന്, മഹാദേവൻ്റെ അടുത്തുനിന്ന്, ഇന്ദ്രൻ്റെ അടുത്തുനിന്ന്, അങ്ങനെ അവരുടെ എല്ലാം ശക്തികൾ ഈ ഭഗവതിയിൽ ഇങ്ങനെ വന്നു ചേരുകയാണ്. അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ശക്തി ആർജിച്ച് അങ്ങനെ 9ാമത്തെ ദിവസം ശക്തി സ്വരൂപിണിയായിട്ട് മാറിയ ഭഗവതി ആദിപരാശക്തി മഹിഷാസുരനെ വധിക്കുകയാണ്. അങ്ങനെ ആ ഒരു ദിവസത്തിൻ്റെ ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് അല്ലെങ്കിൽ ആഘോഷമാണ് നമ്മൾ ഈ നവരാത്രിയായിട്ട് കൊണ്ടാടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഈ മഹിഷാസുരൻ്റെ അല്ലെങ്കിൽ ഈ പോത്ത്, അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് തീരെ വിവരമില്ല. ഇപ്പോൾ വെള്ളത്തിൽ കിടക്കുന്ന പോത്ത് എന്ന് നമ്മളൊരു പ്രയോഗം പറയാറുണ്ട്, പോത്തിനെ പോലെ നീ വളർന്നുകൂടാന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വിവരമില്ല, അതിനെ യാതൊരു ചിന്തയുമില്ല, അറിവില്ലായ്മയാണ്. അപ്പോൾ ഭഗവതി ആണെങ്കിലോ വിവരമാണ്, അതായത് വിവേകമാണ്, അറിവാണ്. അപ്പോൾ ഈ അറിവില്ലായ്മയെ അറിവ് കൊണ്ട്, അതായത് അറിവില്ലായ്മയെ അറിവാക്കി മാറ്റുന്ന ആ ഒരു ദിവസമാണ്, അല്ലെങ്കിൽ ഭഗവതി നമുക്ക് അറിവിനെ കൊണ്ടുവന്ന് തരുന്ന ആ ഒരു ദിവസമാണ് ഈ വിജയദശമി ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഈ 9 ദിവസങ്ങളിലായിട്ട് 9 ഭാവങ്ങളിലായിട്ടാണ് ദേവിയെ ആരാധിക്കുക. ആദിപരാശക്തിയുടെ ആ ഒരു ഭാവമാണ് കേട്ടോ. അതായത് ദുർഗ, മഹാലക്ഷ്മി, സരസ്വതി ഇവരുടെയൊക്കെ മൂലരൂപമായിട്ടുള്ള ആ ഒരു ആദിപരാശക്തിയുടെ ഭാവത്തിലാണ്. അപ്പോൾ ഈ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ആഘോഷങ്ങൾക്ക് നല്ല വ്യത്യാസമുണ്ട്. അത് അവിടെയുള്ളവർക്ക് അറിയുന്നുണ്ടായിരിക്കും. കേരളത്തിനകത്ത് എന്ന് പറഞ്ഞാൽ താന്ത്രിക വിധികൾക്കൊക്കെ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 9 ദിവസങ്ങളിലെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ച് ഓരോ 3 ദിവസവും ഓരോരോ രൂപത്തിൽ, ഓരോരോ ഭാവത്തിലാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ 3 ദിവസം ദുർഗയായിട്ടാണ് ആരാധിക്കുക, അടുത്ത 3 ദിവസം മഹാലക്ഷ്മിയായിട്ട്, പിന്നത്തെ അവസാനത്തെ 3 ദിവസമാണ് സരസ്വതി ദേവിയായിട്ട് ആരാധിക്കുന്നത് കേട്ടോ. കേരളത്തിന് പുറത്ത് പക്ഷേ അങ്ങനെയല്ല. അതായത് ഓരോ 9 ദിവസങ്ങളിലും 9 ഭാവങ്ങളിലായിട്ടാണ് ദേവിയെ ആരാധിക്കുക. അത് ഇപ്പോൾ ബ്രഹ്മാവി, അതുപോലെ തന്നെ ചാമുണ്ടി, കാളരാത്രി എന്നൊക്കെ പറയും, കാളി, മഹാകാളിയായിട്ട്.
അപ്പോൾ ഈ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങല്ലേ. അപ്പോൾ ഇവരുടെയൊക്കെ ഈ ദുർഗ ഒഴിച്ച് ഇപ്പോൾ മഹാലക്ഷ്മിയും സരസ്വതി ദേവിയും അവരൊക്കെ വീണയും താമരപ്പൂവിലും അതുപോലെ ആ ധനം, അതായത് പറയുക നാണയങ്ങൾ, അവരൊക്കെ അങ്ങനെയൊക്കെ പിടിച്ചിട്ടായിരിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ളവരെല്ലാം ഓരോരോ ആയുധങ്ങൾ പിടിച്ചിട്ടായിരിക്കുന്നത്. അതായത് ഈ മഹിഷാസുരനെ വധിക്കാനുള്ള ശക്തി ഇങ്ങനെ സ്വരൂപിക്കുകയാണല്ലോ, അപ്പോൾ ആയുധങ്ങൾ പിടിച്ചിട്ടായിരിക്കുന്നത്. അങ്ങനെയുള്ള ഭാവങ്ങളിലായിട്ടാണ് കേരളത്തിന് പുറത്ത് ആദിപരാശക്തി, അതായത് ഭഗവതിയെ ആരാധിക്കുന്നത് കേട്ടോ. ദുർഗ എന്നാൽ ശക്തിയുടെയും ഊർജത്തിൻ്റെയൊക്കെ ഒരു പ്രതീകമാണ്. ഇപ്പോൾ ദുർഗയെ ആരാധിക്കുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള ഭയം, ഉത്കണ്ഠ അല്ലെങ്കിൽ തിന്മകൾ ഇതെല്ലാം ഇല്ലാതാക്കുക ചെയ്യുന്നത്. പിന്നെ അടുത്തത് ലക്ഷ്മി ദേവിയാണ്. ദുർഗയിൽ നിന്നാണ് ലക്ഷ്മി ദേവി ഉണ്ടാകുന്നത്. ലക്ഷ്മി ദേവി എല്ലാവർക്കും അറിയാലോ, സമ്പത്ത്, പണം അതിൻ്റെയൊക്കെ പ്രതീകമാണ്. അപ്പോൾ ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? ഐശ്വര്യവും സമ്പത്തും ഒക്കെയാണ് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായി? ശക്തിയും ഊർജ്ജവും ഒക്കെ ലഭിച്ചു, പണവും ഉണ്ടായി. അപ്പോൾ പിന്നെ നമുക്ക് വിദ്യ അഭ്യസിക്കാനായിട്ട് അല്ലെങ്കിൽ വിദ്യ സമ്പാദനത്തിനായിട്ട് സാധിക്കും. ഈ രണ്ടും ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സരസ്വതി ദേവി അനുഗ്രഹിക്കുന്ന പറയുക. സരസ്വതി ആണെങ്കിൽ അറിവിൻ്റെ, കലകളുടെയൊക്കെ ദേവിയാണ്. അപ്പോൾ ഈ അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്ക് നമ്മളെ സരസ്വതി ദേവി കൊണ്ടുവരും. കാരണം അറിവുണ്ടായി കഴിഞ്ഞാലാണ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ, കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അത് പ്രകാരം ചെയ്താൽ മാത്രമേ നമ്മുടെ ദുഃഖങ്ങളെല്ലാം മാറിക്കിട്ടുള്ളൂ. ദുഃഖം മാറിക്കഴിഞ്ഞാലേ എന്തായി? സന്തോഷമായി, സുഖമായി. അങ്ങനെ സുഖത്തിലേക്ക്, അതായത് നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ നവരാത്രിയിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ 3 ദിവസങ്ങളുള്ള മൂന്നാക്കി തിരിച്ചിട്ടുള്ള 9 ദിവസങ്ങളായിട്ടാണ് ഭഗവതിയെ ആരാധിക്കുന്നത്. അതായത് ദുർഗയെയും മഹാലക്ഷ്മിയെയും സരസ്വതി ദേവിയും ഇവ 3 പേരുടെയും മൂലരൂപമായിട്ടുള്ള ആദിപരാശക്തിയായിട്ടാണ് ഭഗവതിയെ ആരാധിക്കുക. പലയിടത്തും പല ഭാവങ്ങളിലാണ് ആരാധിക്കുക എന്ന് പറഞ്ഞല്ലോ. എപ്പോഴും തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുന്ന. അപ്പം ഇങ്ങനെ ഈ ഒരു നവരാത്രി ദിവസം നമ്മൾ ആചരിച്ചു കഴിഞ്ഞാൽ, ആഘോഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ തിന്മകളും അല്ലെങ്കിൽ മോശപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് എനർജി അതൊക്കെ പറയാറുണ്ടല്ലോ, അതെല്ലാം മാറ്റിയിട്ട് നമ്മുടെ ജീവിത വിജയത്തിനായിട്ട് മുന്നേറാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഇതെല്ലാം തുടങ്ങുന്നത് നമ്മുടെ മനസ്സിൽ നിന്നാണല്ലോ. മനസ്സാണ് എല്ലാത്തിൻ്റെയും പ്രഭവ കേന്ദ്രമായിട്ട് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള, നമ്മുടെ മനസ്സിലുള്ള ഈ ദുർഗുണങ്ങളെയും അഹങ്കാരത്തിനെയും ഒക്കെ മാറ്റിയിട്ട് നന്മയിലേക്കാണ് ഓരോ നവരാത്രി ദിനങ്ങളും നമ്മളെ നയിക്കുന്നത്. ഇപ്പം നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ദുർഗയുണ്ട്, ഒരു ലക്ഷ്മിയുണ്ട്, ഒരു സരസ്വതിയുണ്ട്. അപ്പം എന്തെങ്കിലും നമ്മൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ തരണം ചെയ്യാനുള്ള ഒരു ഊർജമായിട്ടാണ് ദുർഗ പ്രവർത്തിക്കുന്നത്. അങ്ങനെ കഠിന പ്രയത്നത്തിലൂടെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, വിജയത്തിലേക്ക് എത്തിച്ചേരാനാണ് ലക്ഷ്മി ദേവി നമ്മളോട് പറയുന്നത്. സരസ്വതി ആണെങ്കിലോ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ജ്ഞാനം സമ്പാദിക്കാനും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വെല്ലുവിളികൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മളൊരു ദുർഗയെ പോലെ നേരിടണം. എന്നിട്ട് കഠിന പ്രയത്നത്തിലൂടെ ഈ ഒരു ഐശ്വര്യത്തെ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയെ നമ്മൾ സ്വന്തമാക്കണം. അപ്പോൾ മൂന്നാമതായിട്ടുള്ള സരസ്വതി ദേവി ഉടനെ തന്നെ നമ്മളെ അനുഗ്രഹിക്കുന്ന പറയാം. അങ്ങനെ ഈ ഒരു നവരാത്രി ദിനത്തിലെ നമുക്ക് തരുന്ന സന്ദേശം അതാണ്. ഓരോ ഭാവങ്ങളിലായിട്ട് ദേവിയെ ആരാധിച്ച് നമ്മളിൽ തന്നെയുള്ള ദുർഗയെ കണ്ടെത്തി ആ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി അതിനെയൊക്കെ തരണം ചെയ്ത് ലക്ഷ്മി ദേവിയെ ആരാധിച്ച് ആ സമ്പത്തും ഐശ്വര്യവും ഒക്കെ സ്വന്തമാക്കിയിട്ട് അവസാനം നമ്മൾ വിജയത്തിലേക്ക് നയിക്കുന്ന ആ ഒരു സരസ്വതി ദേവിയായിട്ട് അല്ലെങ്കിൽ ആ ഒരു സരസ്വതി ദേവിയെ ആരാധിച്ചുകൊണ്ട് നമ്മളെല്ലാം ദേവി തന്നെ വിജയത്തിലേക്ക് എത്തിക്കും എന്നാണ് ഈ ഒരു നവരാത്രിയുടെ സന്ദേശമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് നവരാത്രിയെ കുറിച്ചിട്ട് പൊതുവായി പറഞ്ഞ് കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് നവരാത്രിയുടെ വ്രതം അനുഷ്ഠിക്കേണ്ടതെന്ന് നോക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 9 രാത്രികളും 10 പകലുകളുമാണ് നവരാത്രിക്കുള്ളത്. ഈ ദിവസങ്ങളിലെല്ലാം തന്നെ അതായത് സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ വ്രതം എടുക്കാറുണ്ടല്ലേ. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും എടുക്കാം. ഇപ്പം ജോലി ചെയ്യുന്നവർക്കും, അതും അവരുടെ അറിവ് സമ്പാദിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സമ്പത്തിനെ പ്രദാനം ചെയ്യുന്ന ഒരു മേഖലയാണല്ലോ. അപ്പോൾ ജോലി ചെയ്യുന്നവർക്കും വ്രതം എടുക്കാം, എല്ലാവർക്കും വ്രതം എടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ വ്രതങ്ങൾ എടുക്കുന്ന പോലെ തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. രാവിലെ നേരത്തെ ഉണരുക, ശരീരശുദ്ധി വരുത്തുക, ശുദ്ധമായ വസ്ത്രം ധരിക്കുക, സാധിക്കുന്ന സമയങ്ങളിലെല്ലാം സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം ക്ഷേത്ര ദർശനം നടത്താനായിട്ട് ശ്രദ്ധിക്കുക.
പിന്നെ ദേവീ മന്ത്രങ്ങൾ ഉരുവിടുക, ദേവിയെ പ്രീതിപ്പെടുത്താനായിട്ട് ശ്ലോകങ്ങൾ, ദേവി മഹാത്മ്യം വായിക്കുക, അങ്ങനെയൊക്കെയാണ്. ചിലരാണെങ്കിൽ ഇപ്പോൾ ഉപവാസം എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, കാരണം എല്ലാ ദിവസവും ഉപവസിക്കാനായിട്ട് സാധിക്കാത്തവരുണ്ടല്ലോ, സാധിക്കില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഒരിക്കലൂണോട് കൂടിയിട്ട് വ്രതം എടുക്കുന്നവരുണ്ട് കേട്ടോ, ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ തന്നെ നമുക്ക് സാധാരണ ഒരു വ്രതം എങ്ങനെയാണോ എടുക്കുന്നത് അതിൽ ഉപവാസം മാത്രം ഒഴിച്ചു നിർത്തിയിട്ട് നമുക്ക് വ്രതം എടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു 10 ദിവസവും, അതായത് 10 പകലുകളും 9 രാത്രികളും നമുക്ക് വ്രതമെടുക്കാം. നന്നായി ഭഗവതിയെ പ്രാർത്ഥിക്കുക. ഭഗവതി എല്ലാവർക്കുമുള്ള അനുഗ്രഹങ്ങൾ വിദ്യയായിട്ട്, അറിവായിട്ട്, വെളിച്ചമായിട്ട് നൽകട്ടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് വ്രതമെടുക്കുന്നതിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഗുരുവായൂരിൽ എങ്ങനെയാണ് നവരാത്രിയുടെ വിശേഷങ്ങളെന്ന് നോക്കാം കേട്ടോ. ഗുരുവായൂരിൽ നവരാത്രിക്ക് പ്രധാനം ഭഗവതിക്കാണ് കേട്ടോ, ഗുരുവായൂരപ്പനല്ല. ഗുരുവായൂരപ്പൻ അവിടെ ഇങ്ങനെ ഓടി നടന്ന് നോക്കുകയുള്ളൂ, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തന്നെയല്ലേ നടക്കണമെന്നുള്ളത്. ഭഗവതി അമ്മയ്ക്കാണ് പ്രാധാന്യം. ഭഗവതിക്ക് പ്രത്യേകം വിളക്ക് കൊളുത്തലുണ്ടായിരിക്കും, കേളിയും തായമ്പകയും ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ പ്രത്യേക അലങ്കാരങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അതിപ്പോൾ അത് ചാർത്തുന്നവരുടെ കരവിരുതിനനുസരിച്ചായിരിക്കും ഭംഗിയായിട്ടുള്ള പ്രത്യേകം വിശേഷപ്പെട്ട അലങ്കാരങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഭഗവതിക്കെട്ടിലെ കുട്ടികളുടെ വകയായിട്ട് അവർ പഠിച്ച കീർത്തനങ്ങൾ, സംഗീതം പഠിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതൊക്കെ ആലപിക്കുക, ഐഗിരിനന്ദിനി പാടുക, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ കുട്ടികളാണ് കൂടുതലായിട്ടും അതായത് നമ്മൾ ആഘോഷിക്കുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷെ മുതിർന്നവർക്കും ചെയ്യാം. അങ്ങനെ ഇന്ന പ്രായത്തിലുള്ളവർക്കൊന്നും ഒന്നുമില്ല കേട്ടോ, എല്ലാവർക്കും. അതായത് എല്ലാ പ്രായത്തിലും നമ്മളിങ്ങനെ അറിവുകൾ ഇങ്ങനെ നേടിക്കൊണ്ടിരിക്കണം എന്നാണല്ലോ പറയാം. അപ്പം അറിവ് നേടാനായിട്ട് നമുക്ക് പ്രായമില്ല. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇതെല്ലാം ഈ നവരാത്രി ദിനങ്ങളിൽ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളുന്നില്ല, അകത്ത് തന്നെയായിരിക്കും. ഈ അഷ്ടമിയുടെ അന്നാണ് പൂജയ്ക്ക് വെക്കുക. അന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നവമിയും കഴിഞ്ഞിട്ട് വിജയദശമിക്കാണല്ലോ എടുക്കുക. അപ്പോൾ പൂജയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ അന്നാണ് സരസ്വതി വരിക. അതാണ് നവമിയുടെ ദിവസം പുസ്തകങ്ങൾ അല്ലെങ്കിൽ വായിക്കരുത് എന്ന് പറയുന്നത്. കാരണം സരസ്വതി ദേവി പൂജിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ദശമിക്കാണെങ്കിലും വായിക്കുകയും വേണം, കാരണം പൂജയൊക്കെ കഴിഞ്ഞിട്ട് സരസ്വതി ദേവി നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അങ്ങനെയാണ് പൂജയ്ക്ക് വെക്കേണ്ട ആ ഒരു ദിവസങ്ങൾ വരുന്നത് കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പുസ്തകം പൂജയ്ക്ക് വെക്കുന്നത് കൂത്തമ്പലത്തിലാണ് കേട്ടോ. അതായത് അഷ്ടമിയുടെ അന്ന് വൈകുന്നേരമാണ് സരസ്വതീനെ വെക്കുക എന്ന് പറയും. എന്നിട്ട് നവമിയും കഴിഞ്ഞിട്ട് ദശമിയുടെ അന്ന് ശിവേലിയും കഴിഞ്ഞിട്ടാണ് സരസ്വതീനെ എടുക്കുക, പൂജയ്ക്ക് വെച്ച പുസ്തകങ്ങൾ എടുക്കുക. അങ്ങനെയാണ് പതിവ്. പിന്നെ മുൻപൊക്കെയും ഗണപതിയുടെ നേരെ മുന്നിൽ അവിടെയാണ് സരസ്വതിനെ വയ്ക്കുക. സരസ്വതി അറ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഒരു സരസ്വതിയുടെ വലിയ ഫോട്ടോയൊക്കെ വെച്ചിട്ട് വിളക്കൊക്കെ കൊളുത്തി മാലയൊക്കെ ചാർത്തിയിട്ടുള്ളത്. അവിടെ പക്ഷേ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പം അങ്ങനെ വെച്ചിട്ട് തിക്കും തിരക്കൊക്കെ ആയി ബഹളമൊക്കെ ആയതിനു ശേഷം ആണ് ഇപ്പോൾ കൂത്തമ്പലത്തിലേക്ക് മാറ്റിയത് കേട്ടോ. അപ്പോൾ അവിടെയാണെങ്കിൽ നാലമ്പലത്തിനകത്തല്ലോ, പുറത്താണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും അങ്ങോട്ടേക്ക് വരാനായിട്ട് സാധിക്കും. പിന്നെ കൂത്തമ്പലത്തിനകത്താണെങ്കിൽ ധാരാളം സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ പൂജയ്ക്ക് വെക്കാറുള്ളത് കേട്ടോ. അപ്പം അങ്ങനെയാണ് പൂജവെപ്പിൻ്റെ കാര്യങ്ങൾ. പിന്നെ ദശമിയുടെ അന്ന് വിദ്യാരംഭം കുറിക്കുക എന്നൊരു ചടങ്ങും കൂടെ ഉണ്ട് കേട്ടോ. കുട്ടികളൊക്കെ വന്നിട്ട് എഴുത്തിനിരുത്തുന്ന ചടങ്ങുണ്ട്. അതും ഇവിടെ നടത്താനായിട്ട് സാധിക്കും. ഷീറ്റ് എടുത്ത് കഴിഞ്ഞാൽ അതിന് പ്രായമൊന്നുമില്ല. ഇപ്പോൾ സാധാരണ കുട്ടികളൊക്കെ ആണെങ്കിൽ 2 വയസ്സിനും 3 വയസ്സിനും ഇടയിലാണ്. 2 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം, 3 വയസ്സ് ആകാനായിട്ടും പാടില്ല. ആ ഒരു സമയത്താണ്. കാരണം അതിനുശേഷം കുട്ടികളെ തന്നെ സ്കൂളിലൊക്കെ ചേർത്താറുണ്ടല്ലോ. അപ്പോൾ അതിനൊരു ആരംഭമായിട്ട്, വിദ്യയുടെ ആരംഭമായിട്ടാണ് ഒരു വിദ്യാരംഭം കുറിക്കാനായിട്ട് എഴുത്തിനിരുത്തുന്നത് അന്നേ ദിവസം. ഇനിയിപ്പോൾ മുതിർന്നവർക്കും എഴുത്തിനിരുത്താവുന്നേ ഉള്ളൂ. അതിനങ്ങനെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അറിവ് നേടാനായിട്ട് പ്രായമൊന്നുമില്ല കേട്ടോ. ഷീറ്റ് എടുക്കുക, എഴുത്തിനിരിക്കുക, അങ്ങനെ നടത്താനായിട്ട് ആഗ്രഹമുള്ളവർ. പിന്നെ വേറെ പ്രത്യേകതകൾ വരുന്നത് ഈ അവസാനത്തെ 3 ദിവസം വിളക്കും കാഴ്ചശീവേലിയൊക്കെ ഉണ്ടായിരിക്കും. അത് പക്ഷെ ഗുരുവായൂരപ്പനാണ് കേട്ടോ ഉണ്ടായിരിക്കുക. ഭഗവതിക്ക് അലങ്കാരത്തിൽ നല്ല ഭംഗിയിൽ അലങ്കാരങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ പ്രത്യേക നേദ്യമൊക്കെ ഉണ്ടായിരിക്കും, അവില് ത്രിമധുരമൊക്കെ. അങ്ങനെ നേദ്യത്തിലും കുറച്ച് കൂടുതലുണ്ടായിരിക്കും. ഇത്രയൊക്കെയാണ് ഗുരുവായൂരിലെ ഈ ഒരു നവരാത്രി ദിനങ്ങളിലുള്ള ആഘോഷങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക ചടങ്ങുകൾ അല്ലെങ്കിൽ പ്രത്യേകതകളൊക്കെ ആയിട്ട് പറയാനുള്ളത് കേട്ടോ. യഥാർത്ഥത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണിത്. കാരണം നവരാത്രിയെക്കുറിച്ചും ഓരോരോ രാത്രികളെക്കുറിച്ചും ഓരോരോ ഭഗവതിയുടെ ഭാവങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ തീരില്ല കേട്ടോ. ഞാനത് വളരെ ചുരുക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. എന്താണ് നവരാത്രി എന്നും എങ്ങനെയാണ് വ്രതമനുഷ്ഠിക്കേണ്ടതെന്നും അതേപോലെ തന്നെ കേരളത്തിന് പുറത്തും അകത്തും എങ്ങനെയാണ് രീതികളെന്നും നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എങ്ങനെയാണ് ആ ചടങ്ങുകളൊക്കെ വരുന്നത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ എല്ലാം തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഭാവി എല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അതായത് നമ്മുടെ മനസ്സാണ് എല്ലാത്തിനും ആ ഒരു പ്രഭവ കേന്ദ്രം. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് കണ്ടെത്തുക, അതിനെ പരിപോഷിക്കുക, എന്നിട്ട് വിജയത്തിലേക്ക് എത്തിച്ചേരാം. അതിനുള്ള അനുഗ്രഹങ്ങൾ ഭഗവതിയെ സേവിച്ചു കഴിഞ്ഞാൽ, ഗുരുവായൂരപ്പനെ സേവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നൽകുന്നതാണ് ഈ നവരാത്രിയുടെ ഒരു സന്ദേശമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ കൂടെ എനിക്ക് പറയാനായിട്ട് ഉള്ളത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ അവരുടെ വീടിനടുത്ത് ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ളവരാണെങ്കിലും അവിടെയുള്ള ആഘോഷങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് വായിക്കുന്നവർക്ക് കാണുന്നവർക്ക് ഒരു കൗതുകമാണ്, ഒരു ഇഷ്ടം ഉണ്ടായിരിക്കും കാണാനായിട്ട്, ഓരോ സ്ഥലങ്ങളിലുള്ള ആഘോഷങ്ങളെ പറ്റിയിട്ട് അറിയാനായിട്ട്. അപ്പോൾ സാധിക്കുന്നവർ ആ ഒരു കാര്യങ്ങൾ കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ നാമജപം ഒന്നും കൗണ്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടില്ല. ഇന്നലത്തെയും ഇന്നത്തെയും കൂടെ നാളത്തെ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ള വിശേഷങ്ങൾ. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അതേപോലെ തന്നെ ഒരു കഥ, ഇന്ന് കഥ പറഞ്ഞിട്ടില്ല കേട്ടോ, നവരാത്രി വിശേഷം ആയതുകൊണ്ട്. അപ്പോൾ നാളെ തീർച്ചയായിട്ടും കഥ കൊണ്ടുവരാം. പിന്നെ ഗുരുവായൂരപ്പൻ്റെയും എല്ലാ അലങ്കാരങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.